എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ എന്തോ 2 ദിവസമായി എല്ലാ സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും കാണപ്പെടുന്നതും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മുടെ തിരുവനന്തപുരം ഹോസ്പിറ്റലിലെ ന്യൂറോളജി സെക്ഷനിലെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തകളാണ്. പല രോഗികളും ചികിത്സ കിട്ടാതെ കാത്തുകിടക്കുകയും ചികിത്സിക്കാൻ വേണ്ട സംവിധാനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഡോക്ടർമാരുടെയും കഥനകഥകളാണ്. ഞാനടക്കം പല വിമർശനങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ വിമർശനങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമുണ്ടാകാൻ മന്ത്രി പറഞ്ഞത് പ്രകാരം 4 പേരെ കൊണ്ടൊരു എൻക്വയറി നടത്തുക, റിപ്പോർട്ട് വരട്ടെ, ഇതൊക്കെയെല്ലാം ബാലിശമായ ഒരു സ്ഥിരം പല്ലവികളാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് പ്രധാനമായി ഇതിനൊരു സോർട്ട് ഔട്ട് ചെയ്യാനുള്ളൊരു സബ്ജക്റ്റ് മനസ്സിലുദിച്ച ഒരാശയമാണ്. ഒന്ന് ഈ ആരോഗ്യമന്ത്രി ഒന്ന് ശ്രദ്ധിച്ചാലും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും. നമുക്ക് വളരെ ഓർമ്മയുള്ളൊരു കാലം, ഏതാണ്ട് ബിഫോർ 25 years ഈ പാസ്പോർട്ട് ഓഫീസിൽ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. ഇപ്പോൾ ട്രിവാൻഡ്രത്തൊരു സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടേക്ക് വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നും രാവിലെ 8 മണിക്ക് വന്ന് ഈ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന പല പ്രായക്കാരും, പ്രായമായവർ, ചെറുപ്പക്കാർ, പുറത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങളെ കാണാനെത്തുന്ന പ്രായമാർ, ഇവർക്കൊക്കെ ഒരു പാസ്പോർട്ട് കരസ്ഥമാക്കാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളൊരു സമയമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് ഘടകവിരുദ്ധമായി പാസ്പോർട്ടിൻ്റെ വിവരങ്ങൾ അത് ലഭ്യമാക്കാൻ അനായാസമുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ചെയ്തു കഴിഞ്ഞു. ഇതിലും ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുക, അവരുടെ ആരോഗ്യത്തെ നിലനിർത്തുക. ഈ വീഡിയോ ശകലം നീണ്ടുപോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആൾക്കാരൊന്ന് ദയവ് ചെയ്ത് ഒന്ന് ഇത് ശ്രദ്ധിച്ചാലും. നമുക്കിനി ചെയ്യാമെന്നുള്ളത്, ദൂരങ്ങളിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന പാവങ്ങൾ വളരെ ബുദ്ധിമുട്ട്, അതും കടം വാങ്ങി ബസ്സിൽ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുകൊണ്ട് പകച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. കാരണം ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പോണവരുണ്ട്. പലരും വളരെ ബുദ്ധിമുട്ട്, ചിലപ്പോൾ അവിടെ തന്നെ ആഹാരം വരെ ഇല്ലാതെ അവിടെ കഴിയേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കാര്യം അവർക്ക് മടങ്ങിപ്പോകാൻ ഉള്ള ബസ് ഫെയറുമായിട്ടാണ് എത്തുമെങ്കിൽ തന്നെയും ഒരു ദിവസം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ വയ്യാത്ത അവസ്ഥയിലെത്തുന്നു. ഈ ശോചനീയ അവസ്ഥ നിർത്താൻ ഉള്ളൊരു മാർഗമാണ് എൻ്റെ മനസ്സിലുദിച്ചത്. പ്രധാനമായും ഇതിനു വേണ്ടി പ്രത്യേക ഒരു ആപ്പ് രൂപകൽപ്പന ചെയ്താൽ ഒരു വ്യക്തിക്ക് ആ ആപ്പിലൂടെ ഈ ലോക്കലുള്ള ഈ അക്ഷയ സെൻറ്ററുകളിലൊക്കെ ഒന്ന് കടന്നെത്തിയാൽ അവർക്ക് ഈ ആപ്പിലൂടെ ഒരു രോഗിക്ക് വേണ്ട അപ്പോയിൻമെൻറ്റ് എടുക്കാനും, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഏത് ദിവസമാണ് ഡോക്ടർ അവൈലബിൾ ഉണ്ടെന്നും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പാസ്പോർട്ടിന് അക്ഷയയിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സേവനം പോലുള്ള ഒരു പ്രത്യേക അതേ രീതിയിലൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവളുടെ രോഗം എന്താണ് അതെല്ലാം ഉള്ള ആപ്പിൽ തന്നെ കംപ്ലീറ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അവൈലബിലിറ്റി ഏത് ദിവസം അനായാസം കണ്ടുപിടിക്കാൻ സാധിക്കും. ഒപ്പം ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റും അതുമെല്ലാം അത് ഫീഡ് ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ആൾക്കാർ ഇത്രയും ദൂരം യാത്രയായി ഇവിടെ വന്ന് കാവൽ കിടക്കേണ്ടി വരില്ല, വഴിയിൽ കാത്തിരിക്കേണ്ടി വരില്ല.
ഫ്ലോറിൽ ഇരിക്കേണ്ടി വരില്ല. ശരിക്ക് വരുന്നവർക്ക് ഇരിക്കാൻ ഒരു ചെയർ വരെ, ഒരു സീറ്റ് വരെ ഇല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്. കാരണം ഈ ആരോഗ്യമന്ത്രിക്ക് ഇതിനൊന്നും നേരമില്ല. കാര്യം അവരിതിലൊന്നും പ്രൊഫഷണലിസമല്ല. ഇനിയെങ്കിലും ഏതെങ്കിലും മന്ത്രിസഭ നല്ല വിവരമുള്ളവരെ, ഒരു ആരോഗ്യമന്ത്രി എന്ന കേവലം ഒരു അറ്റ്ലീസ്റ്റ് MBBS പഠിച്ച ഒരാളായിരിക്കണം. എങ്കിൽ അവർക്ക് മെഡിസിനെ കുറിച്ച് അറിയാൻ പറ്റൂ, വേദനയെക്കുറിച്ച് അറിയാൻ പറ്റും, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. അല്ലാതെ മറ്റാരെങ്കിലും പിടിച്ച് അറിയാത്ത ഒരു ലെവലിൽ, അതുപോലെ തന്നെ മരാമത്തായിരുന്നാലും അതിന് പ്രൊഫഷണലായിട്ട് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ളൊരു വ്യക്തിയായിരിക്കണം മന്ത്രിയായിട്ട് വരേണ്ടത്. ഇങ്ങനെ പല മേഖലകളിലും. അതല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട്, ചുമ്മാ ആരെങ്കിലും പിടിച്ചൊരു സാമ്പത്തിക മന്ത്രിയാക്കുക എന്നുള്ള, സാമ്പത്തിക മേഖല നേട്ടമെങ്കിൽ നല്ല റിട്ടയർഡ് വരെ ഹൈ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം അതിനും വരേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആയിരിക്കണം ഈ ഹോസ്പിറ്റലിൽ. വളരെ വളരെ ശോചനീയമാണ് ഇത്. മെഡിക്കൽ കോളേജുകളിലേക്ക് മാത്രമല്ല, ഈവൻ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇതിലൂടെ തിരക്കുകൾ കുറയും. ആ ഡോക്ടറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അവരങ്ങോട്ട് ബുക്ക് ചെയ്താൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അവർക്കൊരു സമയമുണ്ട്, അവർക്ക് എല്ലാ സൗകര്യങ്ങളും അനായാസം ചെയ്യാൻ പറ്റും. ഇതിനും ഉപരി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഗവൺമെൻറ് ഒരു ഗൈഡ്. ഒരു രോഗി വന്നാൽ, ഒരു രോഗിക്ക് പല ടെസ്റ്റിനും വിധേയമാകേണ്ടി വരും. ഒരു രോഗി വരുന്നത് തനിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒപ്പം ആരെങ്കിലും വരുമെന്ന് കരുതിക്കോട്ടെ. ഇപ്പോൾ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ബ്ലഡ് ബാങ്ക് ഒരുത്തരത്തായിരിക്കും, ഫാർമസി മറ്റൊരുത്തരത്തായിരിക്കും, എക്സ്റേ വേറൊരുത്തർ. വളരെ മനുഷ്യൻ ഈ ഫ്ലോർ ടു ഫ്ലോർ നിറയ്ക്കേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടാണ്. തളർന്ന് സ്റ്റെയറിലിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് ഒരു ഗൈഡ് മസ്റ്റായിട്ട് വേണ്ടി. ഈ ഗൈഡിൻ്റെ സഹായത്തിൽ ഈ രോഗിക്ക് എവിടെയും അനായാസം എത്താൻ പറ്റും. എവിടെ ബോഡി ഗാർഡ്, ബ്ലഡ് ബാങ്ക് എവിടെയാണ്, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും, എക്സ്റേ, എന്തിനും ഉള്ളൊരു സൗകര്യങ്ങൾ ഈ വരുന്ന ആൾക്ക് കണ്ടെത്താൻ വലിയ പാടാണ്. ഇതെവിടെ എന്ന് പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു രോഗിക്ക് ഒരു ഗൈഡ് ആവശ്യമായി വേണ്ടി വരും. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഇവർക്കെല്ലാം അവിടെ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഈവൻ ഡോക്ടറിന് തന്നെ ആ മെഡിസിൻ്റെ അവൈലബിലിറ്റി അറിയാൻ പറ്റും. ഡോക്ടറിന് മാത്രമല്ല, ആ സ്റ്റോക്കിൽ ഈവൻ ഒരു അക്ഷയസിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ മരുന്ന്, അവർക്ക് ആവശ്യമുള്ള മരുന്ന് ഡോക്ടർ കുറിപ്പ് കൊടുക്കുമ്പോൾ ആ മരുന്ന് അവിടെ ഉണ്ടോ, അടുത്ത ദിവസം വരാൻ പറ്റുമോ, ഇതെല്ലാം അറിയാൻ സാധിക്കും. ഇൻ കേസ് അത്യാവശ്യം മരുന്ന് ഇല്ലെങ്കിൽ തന്നെയും ഈ രോഗിക്ക് അവരുടെ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ ഡോക്ടറിനെ കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റോക്ക് എപ്പോൾ വരാൻ പറ്റുമെന്ന്, സ്റ്റോക്ക് എപ്പോഴും അവൈലബിൾ ഉണ്ടായിരിക്കും, ഇതൊക്കെ അറിയാൻ പറ്റും. അതിന് ഡോക്ടറെ പോയി കാണണ്ട, ഫാർമസിയിൽ പോകണ്ട, ഒന്നിനും പോകേണ്ട കാര്യമില്ല. ഈ ആപ്ലിക്കേഷൻ, അതായത് എങ്ങനെ സെയിം ലൈക്ക് എ പാസ്പോർട്ട് സിസ്റ്റം പോലെ. ഇതിലൂടെ ഈ യാത്രകൾ ഒഴിവാക്കി ഈ മെഡിക്കൽ കാർഡിലുള്ള തിരക്കുകൾ ഒത്തിരി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയത്. വിസിറ്റേഴ്സിനേക്കാളും ഉപരി രോഗികളെക്കാളും ഉപരി ഈ ബൈസ്റ്റാൻഡേഴ്സ് ഇവരൊക്കെയാണ്. വെറുതെ നിറഞ്ഞ ആകെ ഒരു മോശമായ അന്തരീക്ഷം. അപ്പോൾ അതിൽ തന്നെ ഹൈജനിക്ക് ക്ലീനിങ് ചെയ്യാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എത്ര 1000 കാൽപ്പാടുകൾ വീഴേണ്ട സ്ഥാനത്ത് 1,00,000 കാൽപ്പാട്. അത് എപ്പോഴും ഇങ്ങനെ സ്വീപ്പ് ചെയ്യണം. എപ്പോഴും എല്ലാ സമയത്തും ഓടികൾ ഈ ജാനിറ്റേഴ്സ് അവർ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തിരക്കും ഇതെല്ലാം കുറയ്ക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ ഇതെല്ലാം മാറും. ഏറ്റവും പ്രധാനം ഒരു എമർജൻസി ആയിട്ട് ഇതൊന്ന് രൂപകൽപ്പന ചെയ്താൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. അതിലെല്ലാം അറിയാൻ പറ്റുമോ? പോർട്ടൽ കയറി കഴിഞ്ഞാൽ, ഈ പോർട്ടൽ ആ ഒരു ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ, ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും കിട്ടും. ഏത് ഡോക്ടറാണ് അവൈലബിൾ, ഏത് സമയം, അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഡോക്ടറിനും സൗകര്യമായി, വരുന്ന പേഷ്യൻസിന് സമയമായി, എല്ലാ സമയം. ഇതൊന്ന് അർജൻറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ഏറ്റവും പ്രധാനം ഈ സ്റ്റോക്ക് മരുന്ന്. അപ്പോൾ ഇത് മന്ത്രിക്ക് ഓഫീസിൽ നിന്ന് നോക്കാവുന്ന കാര്യമുള്ളൂ. അവിടെ സ്റ്റോക്കില്ല, അതിൻ്റെ ഓരോ എല്ലാം ഒരു ആപ്ലിക്കേഷൻ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ദയവ് ചെയ്ത് നിങ്ങൾക്ക് സാധിച്ചാൽ, എനിക്ക് ഏറ്റവും മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇതൊരു ധാർമ്മികതയായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, നിങ്ങൾ എന്തോ ഒരു പൈസ വേസ്റ്റ് ചെയ്ത് കളയുന്നു. പല പേരും നിങ്ങൾ ആ PR ടീമിനും അതൊക്കെ കൊടുക്കുന്നു. ഇതൊന്ന് കാണിക്കുക. അതുപോലെ തന്നെ ആ മന്ത്രി വീണ ജോർജിനോടൊന്ന് പറയണം, മന്ത്രി
നിങ്ങൾ മൂലം രോഗികൾ മരിക്കുക, നിങ്ങൾ മൂലം ശാപം ഏറ്റുവാങ്ങരുത്. നിങ്ങൾക്ക് ശാപം ഇപ്പോൾ ഏൽക്കത്തില്ല, പക്ഷേ അവസാന നാൾ നിങ്ങൾക്ക് ആ ശാപം ഏൽക്കേണ്ടി വരും. ഇതിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെയെങ്കിലും ഒരു പരിപാടി ചെയ്യുക. അതിന് IT മേഖലയിൽ വളരെ നിപുണരായ ആൾക്കാരുണ്ട്. അവരെ കൊണ്ട് ഇമ്മീഡിയറ്റ് ഇതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ രക്ഷപ്പെടും, ബുദ്ധിമുട്ട് ഒഴിവാകും. അവരുടെ പ്രാർത്ഥന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകും. ഇല്ലെങ്കിൽ നേരെ തിരിച്ചുമായിരിക്കും. ഞാൻ ശപിക്കുകയല്ല. ഇതിൻ്റെ പ്രതിവിധി ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ, ഈ ഒരു ആപ്പിലൂടെ എല്ലാ മെഡിക്കൽ കോളേജിലും എല്ലാ ജനറൽ ഹോസ്പിറ്റലിലും ഈ ഒരു സംവിധാനം സംവിധാനം ഉറപ്പുവരുത്തുക. ഈ ആപ്ലിക്കേഷനിലൂടെ ഏതൊരു വ്യക്തിക്കും ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അവർ അത്യാവശ്യം ഒരു അക്ഷയയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിൽ കൂടെ അവർ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അഫ്കോഴ്സ് ഒരു പ്രധാന കാരണം എമർജൻസി, അത് ഇതിനൊന്നും ബാധകമില്ല. എമർജൻസി ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ എമർജൻസിക്ക് അപ്പോഴൊന്നും അപ്ലിക്കേഷൻ കയറുന്ന കാര്യമില്ല. സ്ട്രൈറ്റ് അവേ ദേ ക്യാൻ ഗോ ടു ദ കാഷ്വാലിറ്റി നിയർ ആയിട്ടുള്ള സ്ഥലത്ത്. ഈ കാഷ്വാലിറ്റി ഇത് പോയി കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ നോക്കിയാൽ എമർജൻസി വരുന്നവർക്ക് ഓപ്പറേഷൻ കിറ്റോ എന്തുണ്ടോ ഇല്ലയോ എന്ന് ആ ഡോക്ടറിന് തന്നെ അറിയാൻ പറ്റും. അതനുസരിച്ച് അവർക്ക് ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതിനും വിമർശനം ആവശ്യമാണ്. വിമർശനത്തിനോടൊപ്പം അതിനെ ആ ഉണ്ടായ കാര്യങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ ഒരു സോർട്ട് ഔട്ട് അതിനൊരു പരിഹാര മാർഗം കൂടെ വിമർശിക്കുന്നവരിൽ നിന്നും ഉണ്ടാകണം. വിമർശനത്തിന് യാതൊന്നുമില്ല, പക്ഷേ പരിഹാര മാർഗത്തിന് ഒരുപാട് നമ്മൾ ഒരുപാട് നമ്മൾ ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. ഇത് എന്നിൽ നിന്നും ഉണ്ടായ ഒരു ജസ്റ്റ് ഒരു പൂംവഴിയാണ്. സോ എല്ലാ പ്രധാനപ്പെട്ട ഈ ആരോഗ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഈ നമ്മുടെ ഈ IT മേഖല ആരാണോ ഏത് മന്ത്രിയാണോ അവരും ധനമന്ത്രി ഒക്കെ ചേർന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുകയും ഇതൊരു പൊൻതൂവലെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളുടെ സമയത്ത് ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ ആസ്വദിക്കുകയും ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ സുഹൃത്തുക്കളും എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുകയും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെ നമ്മുടെ ഈ ആരോഗ്യത്തെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് അതൊരു ക്രെഡിറ്റായിരിക്കും. ഇന്നലകളിൽ ഇതിനേക്കാൾ ഉപരി കഷ്ടപ്പെട്ട ആ പാസ്പോർട്ടിന് വേണ്ടി പരക്കം പാഞ്ഞ അവരുടെ ബുദ്ധിമുട്ട് മാറി എത്രയോ ഈസിയായി അവരുടെ കാര്യങ്ങൾ. അതുപോലെ ഒരു ഈസി വേ ഓഫ് ഓപ്പറേഷൻ ഈ ഒരു ആപ്പിലൂടെ നമ്മുടെ രോഗികൾക്കും ലഭിക്കുന്നതായിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.